ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല ഉള്ളത്, ഞങ്ങളുടെ 12 യൂട്യൂബ് ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ദിവാലി സ്പെഷ്യൽ സ്വീറ്റ്സ് ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കോക്കനട്ട് ബർഫിയാണ്. അതിനും വേണ്ടിയിട്ട് 2.5 കപ്പ് തേങ്ങാപ്പൊടിയും 1.5 കപ്പ് പാൽപ്പൊടിയും എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പാനിലേക്ക് 2 കപ്പ് പഞ്ചസാരയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നൂൽപ്പരുവാകുന്ന വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നൂൽപ്പരുവം ആയി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പൊടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കിയതിന് ശേഷം പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചോക്ലേറ്റിന്റെ മിക്സ് നല്ലോണം നിരത്തി കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ വൈറ്റ് ഭാഗം കൂടി നിരത്തി കൊടുക്കാം. നല്ലോണം പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം കട്ട് ചെയ്തതിനു ശേഷം നമുക്കിത് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കോക്കനട്ട് ബർഫി ഇവിടെ റെഡി. Instant Ghee Mysore Pak in Microwave by Ian&Chris Passionate Cooking. ഒരു ബൗളിൽ ആദ്യം തന്നെ 1/2 കപ്പ് കടലമാവ് എടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് 50 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ച് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത കടലമാവ് മാറ്റി വെക്കുക. എന്നിട്ട് അതേ ബൗളിൽ തന്നെ 1/2 കപ്പ് നെയ്യ് മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര പിന്നെ നമ്മുടെ റോസ്റ്റ് ചെയ്ത കടലമാവ് ചേർത്ത് മിക്സ് ചെയ്ത് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുക. മിക്സ് ചെയ്യുക. വീണ്ടും 1 മിനിറ്റും കൂടെ മൈക്രോവേവ് ചെയ്യുക. മിക്സ് ചെയ്യുക. വീണ്ടും 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുക. മിക്സ് ചെയ്യുക. അങ്ങനെ 3 തവണയായിട്ട് ഓരോരോ മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ പരുവത്തിൽ നമുക്ക് മൈസൂർ പാക്ക് റെഡിയാവും. ഒരു ഗ്രീസ് ചെയ്ത പാനിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് വെച്ച് കൂൾ ചെയ്യാൻ വെക്കുക. അപ്പം നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഇപ്പം കൂളായി കഴിഞ്ഞ് നമ്മുടെ മൈസൂർ പാക്ക് റെഡിയായി. മെൽറ്റിൻ മൗത്താണ്, യമ്മിയാണ്, പിന്നെന്താ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിങ്ക് കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പിയാണ്. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1 കപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നല്ലതുപോലെ കുക്കാക്കിയെടുക്കാം. ഇനി അതിലേക്ക് സ്ട്രോബെറി ക്രഷ് ഒരു 2.5 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്ട്രോബെറിയുടെ പ്യൂരി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കതിനെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നേരിയ ചൂടിൽ തന്നെ നമുക്കതിനെ ഒന്ന് ലഡുവിൻ്റെ പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് നമുക്ക് കോക്കനട്ടിൻ്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസിയും യമ്മിയുമായിട്ടുള്ള ദീപാവലി സ്പെഷ്യൽ പിങ്ക് കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാരക്ക ബർഫി ആയാലോ? 1 കപ്പ് കാരക്ക എടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാനിൽ നെയ്യ് ഇട്ടിട്ട് കാശ് ഒന്ന് വറുത്തെടുക്കാം. ഈ പാനത്തെ നെയ്യ് ഇട്ടെടുത്തിട്ട് കാരക്കം കൂടിയും ചേർത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ജീരക പൊടിയും കൂടി ഇട്ടെടുക്കാം. ശേഷം 2 ഏലക്ക, ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ, 1 സ്പൂൺ കിസ്മിസ്, 1 സ്പൂൺ വൈറ്റ് എള്ളി ഇട്ടെടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ചെറിയ ചൂട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കാരക്ക ബർഫി റെഡിയാക്കി എടുക്കാം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റവ കേസരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം അതെടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. റവ കരിഞ്ഞു പോകരുത്. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുക. റവയൊന്ന് ഞാൻ അരിച്ചെടുത്തതിന് ശേഷമാണ് വറുക്കുന്നത്. റവ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക്
2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളം ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറച്ചായി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. റവ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. പഞ്ചസാര കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് കേസർ കളർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നല്ല മൊഞ്ചുള്ള സേമിയ കൊണ്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് മധുരം ഇഷ്ടമുള്ള ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ബട്ടർ എടുത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരിയ സേമിയ കൈകൊണ്ട് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് വളപ്പൊട്ട് കിൽക്കണ സൗണ്ട് പോലത്തെ സൗണ്ട് ഇങ്ങോട്ട് വരും. ആ സൗണ്ട് വന്നാൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ടിന്നിൻ്റെ പകുതിയാണ് ഇവിടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരുവം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റണം. അങ്ങനത്തെ പരുവാകുന്നത് വരേക്കും ഇതാക്കുക. എന്നിട്ട് ഇതാക്കണ ഞാനിവിടെ ഒരു സിലിക്കോണിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മൊഞ്ചിനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ സേമിയ അതിലേക്ക് കുത്തി നിറച്ചിട്ട് വെക്കുക. അപ്പം തന്നെ നമുക്കത് എടുത്തിട്ട് പുറത്തേക്കും വെക്കുക. അങ്ങനെ ഇതാക്കണ നമ്മളെ മൊഞ്ചുള്ള നല്ല അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാൽപ്പേടാണ്, അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1/4 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ നെയ്യോട് നന്നായിട്ട് നിളക്കി കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ട് കുറേശ്ശെ ഇട്ടിട്ട് അതും നിളക്കി കൊടുക്കുക. അതിനുശേഷം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് പകുതി എടുത്ത് മാറ്റുക. പകുതിയിൽ കളറിട്ടതിന് ശേഷം 2 ഉരുളാക്കി വെച്ചിട്ട് നല്ല കുഴച്ചെടുത്തിട്ട് 2 ഉരുളാക്കി വെക്കുക. ഒന്ന് ചെറിയ ഉരുളാക്കുക, ഒന്ന് വലിയ ഉരുളാക്കുക. ഏത് കളറാണ് നിങ്ങൾക്ക് പൂട്ടി വെക്കേണ്ടതെന്ന് അത് ഇഷ്ടം പോലെ കളർ ചെയ്യുക. ഞാൻ ഓറഞ്ച് മോഡൽ നല്ല അടിപൊളി പാൽപ്പേട അങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് പാൽപ്പേട റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് പാൽപ്പേട ഉണ്ടാക്കി നോക്കി, എന്താ രസം. ഇതുപോലത്തെ ഒരു പാൽപ്പേട നിങ്ങൾ ഒരാളും ഇതുവരെ തിന്നിയുണ്ടാവില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പാൽപ്പേട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക, അത്ര തന്നെ. ഓക്കെ. ദീപാവലി സ്പെഷ്യൽ ബാലുഷാഹിയാണ് എൻ്റെ റെസിപ്പി. ഇതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് പുട്ടിനെന്ന പോലെ നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. കുറേശ്ശെ പാലൊഴിച്ച് പൊറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. തിളച്ച് വരുന്ന സമയത്ത് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. നൂൽ പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബാലുഷാഹി ഇതുപോലെ ഉരുളകളാക്കി ഇങ്ങനെ പരത്തി നടുവിലൊരു കുഴിയും വെച്ച് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കോരാം. നല്ല ചൂടോടെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് ഒരൽപ്പം ഡെസിക്കേറ്റഡ് കൂടെ ചേർത്താൽ ബാലുഷാഹി തയ്യാർ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ തരിയുണ്ട, അതായത് റവ ലഡു എന്നൊക്കെ പറയാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് ഗീ എടുത്തിട്ടുണ്ട്. അതിൽ അണ്ടിയും മുന്തിരിയും നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വന്ന ഗീ തന്നെ 1/2 കപ്പ് തരി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം അതിലോട്ട് തന്നെ 1 കപ്പ് ചിരണ്ടി വെച്ച് തേങ്ങയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അതും കൂടി ഇളക്കിയെടുക്കാം. അപ്പോൾ പിന്നെ ബാക്കി ഇനി പഞ്ചസാര അതും കൂടി ഇട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ഏലക്കായ ഇട്ട് അപ്പോൾ ഇനി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി 1/4 കപ്പ് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് വറ്റി വരുന്നവർ വെയിറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും ഇട്ട് പിന്നെയും മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇളം ചൂടിൽ നല്ലോണം ബോൾ ഷേപ്പാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നല്ലൊരു സോഫ്റ്റായിട്ടുള്ള റവ ലഡു അല്ലെങ്കിൽ നമ്മൾ നാടൻ തരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായി വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റിയായി കോക്കനട്ട് ലഡു എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായി ഒരു ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പിന് താഴെയായി വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്താൽ ആദ്യം ഇതൊന്ന് ലൂസായി വരും. അതിനുശേഷം ഇതിലൽപ്പം ടൈറ്റായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി 4 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ചൂടാറുന്നതിന് മുമ്പായി തന്നെ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്ത് അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പം നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ലഡു റെഡി. കൊക്കോപീല എന്ന റെസിപ്പിയാണ് ദീപാവലി സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്.
അതിനുവേണ്ടി ഞാൻ അല്പം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഈ ചിരങ്ങിയ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി പതുക്കെ നമ്മളിതൊന്ന് ബ്രൗൺ ചെറിയൊരു ബ്രൗൺ കളർ കിട്ടിയാൽ മതി, ഓവറായിട്ട് ബ്രൗൺ ആക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിന് നമ്മളാക്കി എടുക്കണം. ഈ റെസിപ്പി ഉണ്ടാക്കാനും വേണ്ടി കുറച്ച് ബദാമിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാരക്കൻ്റെ പേസ്റ്റാണ്. കാരക്കൻ്റെ പേസ്റ്റ് ഇല്ലെങ്കിലും ജസ്റ്റ് ആ കാരക്കൻ്റെ കുരു ഒഴിവാക്കിയായിട്ട് എടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ബദാം ഒന്ന് കോട്ട് ചെയ്യുക കാരക്ക പേസ്റ്റ് കൊണ്ട്. അതിനുശേഷം നമ്മൾ വാട്ടി വെച്ച തേങ്ങയൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളെ റെസിപ്പി സിമ്പിളാണ്, നല്ല അടിപൊളിയാണ്. ദീപാവലി സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.